പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഇത്തരം വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യം 3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. 1, നിങ്ങൾ ദിവസവും എത്ര സമയം പഠിക്കാറുണ്ട്? 2, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയം ഏതാണ്? ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം ഏതാണ്? 3, നിങ്ങൾ ശനിയും ഞായറും പഠിക്കാറുണ്ടോ? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഫോളോ ചെയ്യണം. 1, നിങ്ങൾ ഒരു ദിവസം പഠിക്കാനിരിക്കുന്ന സമയം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 40 മിനിറ്റ് 3 സെഷൻസ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോ 40 മിനിറ്റിൻ്റെ ഇടയിലും 5 മിനിറ്റ് വീതം നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. എന്നിട്ട് ഒരിക്കലും ഒരു വിഷയം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. പഠിക്കാനിരിക്കുന്ന സമയത്ത് 3 വിഷയങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. എന്നിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം മറ്റൊരു കാര്യം, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചാപ്റ്ററിനെ ഡിഫറെൻറ്റ് പാർട്സ് അഥവാ വിവിധ ടോപ്പിക് ആക്കി മാറ്റുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാഠമാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറേ പാർട്സ് ആക്കി മാറ്റുന്നു, കുറേ കഷ്ണമാക്കി മാറ്റുന്നു. എന്നിട്ട് ഓരോ ദിവസവും അതിലെ ഓരോ പാർട്ട് വീതം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒരു ദിവസം തന്നെ ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പതുക്കെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്, അത് സോഷ്യൽ സയൻസ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും പാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാം. രണ്ടാമത്, ഒരു ഡെഡ് ലൈൻ വെക്കുക. ഞാൻ ഫിസിക്സിലെ 1ാമത്തെ പാഠം ജൂലൈ 15-നുള്ളിൽ തീർക്കും, ഞാൻ കെമിസ്ട്രിയിലെ 1ാമത്തെ പാഠം ജൂലൈ 22-നുള്ളിൽ തീർക്കും. അങ്ങനെ നിങ്ങൾ ഡെഡ് ലൈൻ വെക്കുക. ആ ഡെഡ് ലൈൻ ഒരുപാട് വലിയ ഡെഡ് ലൈൻ ആവരുത് കേട്ടോ. ഒരു മാസം തന്നെ ഒരു സബ്ജക്റ്റിലെ 2 പാഠമെങ്കിലും പഠിച്ചു തീരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡെഡ് ലൈൻ വെക്കുക. ഓരോ മാസവും നിങ്ങൾ ഒരു സബ്ജക്റ്റിലെ 2 ചാപ്റ്ററെങ്കിലും പഠിച്ചു തീരുന്ന രീതിയിലുള്ള ഒരു ഡെഡ് ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക? വെക്കുക. ആ ഡെഡ് ലൈൻ അനുസരിച്ച് ആ ഡെഡ് ലൈന് മുന്നേ തന്നെ ആ ചാപ്റ്റർ പാർട്സ് ആക്കി പഠിക്കാനായിട്ട് നിങ്ങൾ തിരിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനിരിക്കുന്ന സമയം നിങ്ങൾ ബ്രേക്ക് എടുക്കണം. ഒരിക്കലും നിങ്ങൾ 3 മണിക്കൂർ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 40 മിനിറ്റ് പഠിച്ചു, നിങ്ങളൊന്ന് എണീക്കുന്നു. ആ ബ്രേക്കിന് സമയത്ത് ഇയാളെ ഒരു കാരണവശാലും എടുക്കരുത്. യാതൊരു കാരണവശാലും നിങ്ങൾ എന്തെടുക്കരുത്? ഫോൺ എടുക്കരുത്. ഫോൺ ഉപയോഗിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം? ബ്രേക്കിന് സമയത്ത് ഒന്ന് നടക്കുന്നു, വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്നു, ഒന്ന് അച്ഛനോടും അമ്മയോട് സംസാരിക്കുന്നു. ആ രീതിയിൽ ബ്രേക്കിൻ്റെ സമയം ഒരു 5 മിനിറ്റ് എഫക്റ്റീവായിട്ട് വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് നടന്നിട്ട് ആ രീതിയിൽ ഒന്ന് 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും പഠിക്കാൻ വരാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കണക്ട് ദ ടോപ്പിക് ദെൻ സ്റ്റഡി ദാറ്റ് ടോപ്പിക്. അതായത് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാത്സിലൊരു ക്വസ്റ്റ്യൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്സിലൊരു തിയറി പഠിക്കുന്നു. ആ പഠിക്കുന്ന ടോപ്പിക്കിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് ഇനി ലൈഫിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എന്താണ്, ഇങ്ങനെയാണ്, ഈ ടോപ്പിക്ക് പഠിച്ചാലേ ആ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കിനെ മറ്റൊരു ടോപ്പിക്കുമായിട്ടോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവമായിട്ടോ നിങ്ങൾ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീകോളിംഗ് ആണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വീക്കിലി വൺസ് അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യണം. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീകോഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മുടെ വാട്സപ്പ് ചാനലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ചാനലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. കാരണം അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ലൈവിന് ശേഷം, നമ്മൾ യൂട്യൂബിലെ പബ്ലിക് ലൈവിന് ശേഷമുള്ള നോട്ടുകൾ നമ്മൾ തരുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. ഓരോ ദിവസവും MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നത് വാട്സപ്പ് ചാനലിലൂടെയാണ്. ആ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പഠിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ കൂടെ പഠിപ്പിക്കാൻ ഒരാളുണ്ടാവുന്നതാണ്. അത് എഡ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.